ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 48. അച്യുത പ്രഥിത പ്രാണ പ്രാണതോ വാസവാനുജ അപാം നിധിരതിസ്ഥാനം അപ്രമത്ത പ്രതിഷ്ഠിത. ഹരി ഓം. ഹരി ഓം. 308 നാമം അച്യുത. സാധാരണയായിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന 6 വികാരങ്ങൾ ഏതൊക്കെയാണ്? ഭാവവികാരങ്ങൾ ഉണ്ടാവുക, നിലനിൽക്കുക, പരിണമിക്കുക, വർദ്ധിക്കുക, ക്ഷയിക്കുക, നശിക്കുക. ഇങ്ങനെയുള്ള യാതൊരു വികാരവും ഇല്ലാത്തവൻ എന്നർത്ഥത്തിലാണ് ഇവിടെ അച്യുത, ച്യുതിയില്ലാത്തവൻ. 319 നാമം പ്രഥിത. ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നതിനാൽ പ്രസിദ്ധനായവൻ എന്നർത്ഥത്തിലാണ് പ്രഥിത. 320 നാമം പ്രാണഹ. പ്രാണശക്തിയായിട്ട് എല്ലാ സൃഷ്ടിവർഗങ്ങളിലും ഇരുന്ന് അവയെ ചേഷ്ടിക്കുന്നവൻ, അവയ്ക്ക് ഈ ലോകത്തിൽ ചേഷ്ടിക്കാൻ പ്രവർത്തിക്കാനുള്ള പ്രാണശക്തിയെ കൊടുക്കുന്നവൻ എന്നർത്ഥത്തിൽ പ്രാണഹ. 321 നാമം പ്രാണദഹ. പ്രാണൻ എന്നതിന് ബല എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ ദേവന്മാർക്ക് എന്ത് കാര്യത്തിനും ഒരു ബലം കൊടുക്കുന്നവനാണ് ആര്? ഭഗവാൻ. അങ്ങനെയുള്ളൊരർത്ഥത്തിൽ ബലഹ എന്ന് പറയുന്നുണ്ട്, പ്രാണദഹ. ഇനി ഇതിന് നേരെ വിപരീതമായിട്ട് ദഹ എന്ന വാക്കിന് ഖണ്ഡിക്കുമ്പോൾ, ഖണ്ഡിക്കുന്നവൻ, ഇല്ലാതെയാക്കുന്നവൻ. അപ്പോൾ അസുരന്മാരുടെ ബലത്തെ ഖണ്ഡിക്കുന്നവനും ഭഗവാനാണ്. ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് പലപ്പോഴും ദേവന്മാർക്ക് ബലത്തെ കൊടുക്കുകയും അസുരന്മാരുടെ ബലത്തെ ഖണ്ഡിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് പ്രാണദഹ. 322 നാമം വാസവാനുജ. വാസവൻ ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രന്റെ അനുജനായിട്ട് ഭഗവാൻ ജനിച്ചത്. അതായത് അങ്ങനെ പറയാൻ കാരണം, വാമനാവതാരത്തിൽ ഇന്ദ്രന്റെ അമ്മയായ അതേ ദേവിയിലാണ് ഭഗവാൻ ജനിച്ചത് എന്നതിനാലാണ് ഇന്ദ്രന്റെ അനുജനായിട്ട് വാമനമൂർത്തിയെ കണക്കാക്കുന്നത്. അങ്ങനെ വാസവാനുജ. 323 നാമം അപാം നിധിഹി. അപ്പ് എന്നാൽ അറിയാലോ, ജലം. ജലം എവിടെ നിധാനം ചെയ്യുന്നുവോ അതായിരിക്കുന്നവൻ, അതായത് സമുദ്രം എന്നർത്ഥം. ജലത്തിന്റെ നിധാനം എന്നാൽ സമുദ്രമാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, സരസാം അസ്മി സാഗരഹ. ഒഴുകുന്നതിൽ അല്ലെങ്കിൽ നദികളിൽ വെച്ച്, വെള്ളം ഉള്ളവയിൽ വെച്ച് ഞാൻ സാഗരമാണ്. ഏറ്റവും വിശേഷപ്പെട്ട സാഗരം ഞാൻ തന്നെയാകുന്നു. അപ്പോൾ ജലത്തിന്റെ നിദാനമായി നിൽക്കുന്നവൻ, അതാണ് അപാം നിധിഹി. 324 നാമം അധിഷ്ഠാനം. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് അധിഷ്ഠിസ്ഥാനം, ആ സ്ഥാനം തന്നെ ആ ബ്രഹ്മമാണ്. അങ്ങനെ എല്ലാറ്റിൻ്റെയും സ്ഥാനമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ അധിഷ്ഠാനം. 325 നാമം അപ്രമത്ത. ഭഗവാനാണ് നമ്മുടെയൊക്കെ കർമ്മഫലം അവരവർ ചെയ്തതിന് കൃത്യമായി എത്തിച്ചു തരുന്നത് എന്ന് പറഞ്ഞു മുമ്പ്. അപ്പോൾ അതിനൊന്നും ഒരിക്കലും ഒരു തെറ്റു പറ്റാത്തവൻ, വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവനാണ്. നമുക്ക് ഒരു ഭ്രമം അങ്ങനെയൊന്നും ഇല്ലാതെ, ഒരു കൺഫ്യൂഷൻ അങ്ങനെയൊന്നും ഇല്ല ഭഗവാന്. അതിനാൽ എല്ലാം വളരെ കൃത്യമായി ചെയ്യുന്നു എന്നതിനാൽ ഭഗവാൻ അപ്രമത്ത. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ഭഗവാനോട് ചോദിക്കേണ്ട, എന്താ ഭഗവാനെ എനിക്ക് ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ചില ആൾക്കാർ. എനിക്കെന്താണ് ഇങ്ങനെ തരാൻ കാരണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് കാരണം നമ്മുടെ വിചാരം. നമ്മൾ ഈ ജന്മത്തിൽ എന്നതുപോലെ എല്ലാ ജന്മത്തിലും ഭക്തനായിരുന്നു, നന്മ ചെയ്യുന്നവനായിരുന്നു എന്നാണ് തോന്നുന്നതെങ്കിൽ അത് നമ്മുടെ അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ്. നമ്മുടെ കർമ്മഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഭഗവാന് തെറ്റുപറ്റുന്നില്ല എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഉറപ്പിച്ചു കൊള്ളുക, ഏതൊക്കെയോ ജന്മത്തിൽ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറൊന്നുമല്ല. ഇനി 326 നാമം പ്രതിഷ്ഠിത. തൻ്റെ മഹിമാവിൽ തന്നെ എപ്പോഴും സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ പ്രതിഷ്ഠിത. തൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആഗ്രഹിക്കേണ്ടതില്ല, ഒന്നും സിദ്ധിക്കേണ്ടതില്ല. തൻ്റെ ആ മഹിമയിൽ അങ്ങനെ പ്രതിഷ്ഠിതനാണ് ഭഗവാൻ. സ്ഥിതനായിട്ട് അവിടെ ആത്മാരാമനായിട്ടിരിക്കുന്നു എന്നതിനാൽ
പ്രതിഷ്ഠിത. ഹരിയോ.